ഹലോ, ഞാൻ വീണ്ടും എത്തിയേട്ടാ. അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ആക്കും നോക്കാം. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് ഒരു കുക്കറിലിട്ടിട്ട് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതൊരു ബൗളിലിട്ട് ഒന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് കുറച്ച് ബ്രെഡാണ്. ഒരു 2 ബ്രെഡാണ് ഞാൻ എടുത്തത്. അതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അത് നല്ലൊരു ബ്രെഡ് ക്രംസ് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതൊന്ന് ആക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു മുട്ട ഒരു ചെറിയൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു പിടുത്തം കിട്ടിയില്ലേ? നമ്മളിന്നൊരു കട്ട്ലറ്റാണ് ആക്കാൻ പോകുന്നത്. ഒരു ഹോം മെയ്ഡ് കട്ട്ലറ്റ് നമ്മളതായ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മൾ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് പരത്തി ആ ഒരു കട്ട്ലറ്റിൻ്റെ ആകൃതിയിലേക്ക് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പരത്തിയതിന് ശേഷം അത് നമുക്ക് ആ മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം മുട്ട എല്ലാ സൈഡിലും ആയി കഴിയുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടിയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് റൊട്ടിപ്പൊടി ആക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ കട്ട്ലറ്റുകളും ഇതേപോലെ തയ്യാറാക്കി ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കാരണം ഇതിനകത്ത് ഒരുവിധമുള്ളതെല്ലാം വെന്തതാണ്. ഇനിയിപ്പം നമ്മൾ മുട്ടയും പിന്നെ ഉള്ളിയും മാത്രമേ വേവേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആകുമ്പം മറിച്ചിട്ടിട്ട് എടുക്കാം. 2 സൈഡും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ ചെയ്ത് വെച്ച അത്രയും കട്ട്ലറ്റുകൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആക്കി നോക്കണം. ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. എന്തായാലും നമുക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിനി. അടിപൊളി റെസിപ്പിയാണ്. ഹലോ, ഹായ്. ഇതാ നമ്മൾ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എടുത്തോ. അടിപൊളി ടേസ്റ്റ് അല്ലേ? നമ്മൾ ഇതുവരെ ആക്കിയാൽ ഏറ്റവും സൂപ്പർ ഐറ്റമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അഭിപ്രായം പറ. സൂപ്പർ.